സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രണ്ട് താരറാണിമാർ അവർ രണ്ടുപേരും പരസ്പരം പോരടിക്കുകയാണ്, പരസ്പരം അടികൂടുകയാണ്, പരസ്പരം വെല്ലുവിളികൾ നടത്തുകയാണ്. കുറച്ചെങ്കിലും ബെറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ആരും ബെറ്റർ ആണെന്ന് പറയാൻ സാധിക്കില്ല. രണ്ടുപേരും ഒരേ തരത്തിൽ തന്നെയാണ് മറുപടികൾ പറയുന്നതും അതേപോലെ തന്നെ അങ്ങും ഇങ്ങും പ്രവർത്തിക്കുന്നതും ഒക്കെയും തന്നെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ആദ്യമൊക്കെ ശരീരം കാണിക്കുന്ന ചേച്ചിമാരായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഇവളുമാര് തന്നെയാണ് ശരിക്കുമുള്ള പ്രശ്നം. കാരണം മറ്റുള്ളവരെ തെറി പറയാൻ മാത്രം യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഇവർ പരസ്പരം വെല്ലുവിളികൾ നടത്തുകയും പല വാക്കുകളും ചീത്ത വാക്കുകളൊക്കെയും തന്നെ വിളിച്ചു പറയുകയും അതിന് പലപ്പോഴും മതങ്ങളെ വലിച്ചിടുകയും ചെയ്യുന്ന ഒരു ജനത. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേര് കാരണം ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയും. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് തന്നെ പരസ്പരം പറഞ്ഞു തീർക്കാം, അതല്ലെങ്കിൽ പരസ്പരം അടിച്ചു തീർക്കാം. അതല്ലാതെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്പരം ചെളിവാരി എറിയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിന് മറുപടിയുമായി അവരിറക്കിയ വീഡിയോസിലും ഇതുപോലെ തന്നെ ഒരുപാട് കുലുങ്ങലും കുലുക്കി സർബത്തുകളും ഒക്കെയും തന്നെ ഉണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ നാട്ടിൽ അതല്ലെങ്കിൽ മറ്റ് പലയിടത്തും ഒരുപാട് വയസ്സായ ആളുകൾ ഇതുപോലെ തെറി പറയുന്നതും പരസ്പരം കുറ്റപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിലൊക്കെയും തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആർക്കും അറിയില്ല ഇതുപോലെ യുവതികളും രംഗത്തിറങ്ങും ഇതുപോലെ തെറിയും ഇഷ്ടമുള്ളതൊക്കെ. അതും സോഷ്യൽ മീഡിയയിൽ ആയിരങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പലതും വിളിച്ചു പറയുമെന്ന് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. പലതും മാറ്റിയും കാണിച്ചും ഇതുപോലെ വീഡിയോസ് ഒരുപാട് ആളുകളുള്ള ഈ കാലത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ പലപ്പോഴും യൂട്യൂബ് എന്ന് പറയുന്നത് കുട്ടികളടക്കമുള്ള എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ഇതുപോലെ വന്ന് വിളിച്ചു പറയുകയും ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ഇതുപോലെ പരസ്പരം വെല്ലുവിളിച്ചും തെറി പറഞ്ഞും പലതും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെയാണ് ആളുകൾക്ക് മുമ്പിൽ കുറച്ച് കാട്ടുന്നത്. ഞാൻ മറുപടി പറയാൻ പഠിച്ചു, എനിക്ക് അങ്ങനെ പറയാൻ സാധിച്ചു, ഇനി ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്ന രീതിയിലൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവിനെയും അതല്ലെങ്കിൽ ഹേറ്റേഴ്സിനെയും കൂട്ടുവാനേ ഇതൊക്കെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ കുറച്ച് വ്യൂസ് വരും എന്നതൊഴിച്ചാൽ ഒരു തരത്തിലുള്ള ലാഭവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പൊതുമധ്യത്തിൽ നിങ്ങൾ അപമാനിതയാവാൻ മാത്രമേ ഇതൊക്കെ തന്നെ കാരണമാവൂ. ഇനിയെങ്കിലും പരസ്പരം വെല്ലുവിളിച്ച് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതൊക്കെ തന്നെ നിർത്തി യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ എങ്കിലും വെറുതെ വിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കൂ എന്നൊരു അപേക്ഷ കൂടി സാധാരണക്കാരായ ഞങ്ങൾക്ക് നിങ്ങളോടുണ്ട്. കുറച്ചൊക്കെ കഠിനമായ ഭാഷയിൽ ഇതൊക്കെ പറയണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ദയവ് ചെയ്ത് ആരും തന്നെ ഇവരോട് കഠിനമായ ഭാഷയിൽ സംസാരിക്കാൻ പോകരുത്. കാരണം ഇവരുടെ വായിൽ പലതും തെറിയാണുള്ളത്. തീർച്ചയായിട്ടും അത് നമുക്ക് നേരെയും ഉണ്ടായേക്കാം. ചിലപ്പോൾ മാന്യതയുള്ള ആളുകൾക്കൊന്നും തന്നെ അവരുടെ അതേ രീതിയിൽ തന്നെ ഉത്തരം നൽകാനോ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം ഇവരുടെ ഈ രണ്ട് വീഡിയോസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തും പറയാൻ മടിയില്ലാത്ത രണ്ടാളുകൾ തന്നെയാണ് ഇവർ എന്ന്.